ഇവിടെ വെച്ച സാധനം എന്ത്? എന്താ മനുഷ്യൻ ഞങ്ങൾ തപ്പണം? എടി ഞാൻ ഇവിടെ വെച്ച കുപ്പി. എന്ത്? പീപ്പി കണ്ടില്ല. നിങ്ങളെന്തിനാ ഈ പ്രായത്തിൽ പീപ്പി ഊതി കളിക്കണം? അത് സന്തോഷേട്ടാ. നീ എന്താ ഓടിക്കതച്ചണ്ട പിന്നെ? അണ്ണൻ്റെ മോനെ അടിച്ച് കിണ്ടിയാല് പുറത്ത് കിടന്ന് എന്തൊക്കെയോ കോപ്രായം കാണിക്കണം. ഇപ്പം മനസ്സിലായി എൻ്റെ കുപ്പി അവിടെ പോയെന്ന്. പക്ഷേ അത് എൻ്റെ കുപ്പിയാണെന്ന് കൺഫേംഡ് ആക്കണം. എടി നീ പോയിട്ട് അടുക്കള കാര്യങ്ങൾ നോക്കിക്കോ. ഇത് ഞങ്ങളുടെ ഒരു പോയി ഡീലേ ആക്കാം. ബാടാ ദേവണ്ടി ചേട്ടാ. എടാ മോനെ, നിനക്ക് സോണെന്നെ അറിയത്തില്ല. വെട്ടിക്കണിച്ച് ഫ്രിഡ്ജിൽ വെക്കും. നീ എന്തൊന്നും മിണ്ടാത്ത? നീ ഇവിടെ നിൽക്കേ, ഞാൻ പോയി ഡീൽ ചെയ്തിട്ട് വരാം. നീ നിന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ? എടാ കഴിവറ പോലെ, നിന്റെ പേരെന്തുവാ? ഞാൻ നിന്റെ അച്ഛനാണാ? പിതാശ്രീയായിരുന്ന. നമസ്കാരം. എവിടെ നിന്നാണോ നിനക്ക് ഈ കുപ്പി കിട്ടിയ? അത് ഞാൻ ഇന്നലെ അച്ഛൻ്റെ റൂമിൽ വന്നപ്പോൾ അച്ഛൻ്റെ കട്ടിൻ്റെ അടിയിലെ പെട്ടിയുടെ താഴെ ഞാനൊരു പെപ്സിയുടെ കുപ്പി കണ്ട്. എനിക്ക് പെപ്സി ഇഷ്ടമാണെന്നുള്ള കാര്യം അച്ഛനെ അറിയാമല്ലോ. അപ്പം ഞാൻ ആ പെപ്സി എടുത്തങ്ങ് കുടിച്ച്. ആ പെപ്സി കുടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അച്ഛൻ ഈ കാണണ. എൻ്റെ കുപ്പി തന്നെ ഒരു തുള്ളി പോലും ബാക്കി വെച്ചിട്ടില്ലേ? എല്ലാം ഞാൻ വലിച്ചെടുത്ത് കുടിച്ച്. നാറി. എന്തായാലും അച്ഛൻ വന്ന സ്ഥിതിക്ക് എൻ്റെ ഒരു ഓണപ്പാപ്പ കേട്ടിട്ട് അച്ഛൻ പോയാൽ മതി. അച്ഛൻ ഇപ്പോൾ കുറച്ചങ്ങോട്ട് മാറി നിൽക്കേ. ക്യാമറമാൻ, ക്യാമറ ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. അച്ഛാ ചേട്ടാ, ഒന്നേ വന്നേ വന്നില്ലോ മുറ്റത്തെ മാവേലി പൂവേ പൂവേ പൊലിപ്പൂവേ പൂക്കളം കെട്ടൻ്റെ പൂക്കളം കെട്ടിയിട്ട് പായസം കൂച്ചൻ്റെ പായസം കൂച്ചിട്ട് ഊഞ്ഞാലിലാടൻ്റെ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ യേ 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 യേ. ഇനി എൻ്റെ മോനെ അടിച്ച സാധനം അത് മേടിച്ച് അതെന്നെ ഏൽപ്പിച്ചിട്ട് നീ വീട്ടിൽ കയറിയാൽ മതി. അവൻ്റെ കുഞ്ഞമ്മയുടെ ഓണപ്പാട്ട്.